നമസ്തേ. അഥർവവേദത്തിലെ 1-ാം കാണ്ഡത്തിലെ 10, 11, 12 സൂക്തങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ ശ്രമിക്കാം. പാപികളെ ശിക്ഷിക്കുന്ന വരുണദേവനെ കുറിച്ചാണ് പ്രതിപാദിക്കുന്നത്. ജ്യോതിസ്വരൂപനായ വരുണദേവൻ പാപികളെ ശിക്ഷിക്കുന്നത് വഴി ലോകത്തിന്റെ പരിപാലകനായി തീരുന്നു. വരുണദേവൻ സത്യം മാത്രം പറയുകയും സത്യത്തിന്റെ ഭാഗത്ത് നിൽക്കുകയും ചെയ്യുന്നു. അപ്രകാരമുള്ള ഈശ്വരനെ സ്തുതിച്ച് മന്ത്രം ചെയ്ത് പ്രാർത്ഥനകൾ ചൊല്ലി ഞങ്ങൾ ശക്തി പ്രാപിക്കുന്നു. അതിനാൽ വരുണദേവന്റെ ഉഗ്രകോപത്താൽ ആക്രമിക്കപ്പെട്ടിരിക്കുന്ന ഈ മനുഷ്യനെ മോചിപ്പിച്ചാലും കുറ്റം ചെയ്ത ആയിരക്കണക്കിന് പുരുഷന്മാരെ ഞങ്ങൾ ഒന്നായി അയക്കുകയാണ്. ഈ മനുഷ്യൻ ചെയ്ത തെറ്റെന്താണ്? രോഗം പിടിപെട്ട മനുഷ്യ, അസത്യവചനങ്ങൾ ഉരുവിടാനായി നീ നിന്റെ നാവിനെ ദുരുപയോഗിച്ചിരിക്കുന്നു. അതിനാൽ ലോകത്തിന്റെ പരിപാലകനായ വരുണദേവൻ കോപിച്ചിരിക്കുകയാണ്. ഈ പാപിയായ മനുഷ്യനെ ഇനിയും ആവർത്തിച്ച് പ്രഹരിക്കാതിരിക്കാൻ അങ്ങയുടെ ദൂതന്മാരോട് കൽപ്പിച്ചാലും ഞങ്ങൾ അങ്ങയെ നിരന്തരം സ്തുതിച്ച് പാപപരിഹാര ക്രിയകൾ ചെയ്തും പ്രസാദിപ്പിക്കട്ടെ. അങ്ങ് ഞങ്ങളുടെ അപരാധം പൊറുക്കുകയും ചെയ്താലും. ഇന്ന് പലപ്പോഴും ലോകത്തിലേക്ക് നോക്കുമ്പോൾ തെറ്റ് ചെയ്യുന്നവൻ ശിക്ഷിക്കപ്പെടുന്നില്ലേ? മറിച്ച് നിയമവും നിയമവ്യവസ്ഥകളും അവർക്ക് അനുകൂലമായി മാറ്റിമറിച്ച് സംരക്ഷിക്കപ്പെടുകയാണോ എന്ന് സംശയം തോന്നാറുണ്ട്. എന്നാൽ എൻ്റെ ജീവിതയാത്രയിൽ ഞാൻ മനസ്സിലാക്കിയ കാര്യം, ഇന്നല്ലെങ്കിൽ നാളെ തെറ്റ് ചെയ്തവൻ ശിക്ഷിക്കപ്പെടുക തന്നെ ചെയ്യും. ചിലപ്പോൾ അല്പം കാലവിളംബം ഉണ്ടായേക്കാം എന്ന് മാത്രം. ഈ സൂക്തത്തിൽ ഒരു പ്രധാന തെറ്റായി പറഞ്ഞിരിക്കുന്നത് അസത്യം ഉരുവിടാനായി നീ നിന്റെ നാവിനെ ദുരുപയോഗപ്പെടുത്തിയിരിക്കുന്നു എന്നതാണ്. നാവിനെ ദുരുപയോഗപ്പെടുത്തുന്നത് പലപ്പോഴും നിസ്സാരമായി കരുതുന്നവരാണ് നാം. അതിന്റെ ഫലം അനുഭവിക്കുന്നവരെ കുറിച്ച് ചിന്തിക്കാൻ നാം മെനക്കെടാറില്ല. വാസ്തവത്തിൽ ഒരാളെ വധിക്കുമ്പോൾ അതോടെ അത് കഴിഞ്ഞു. എന്നാൽ വാക്കുകൊണ്ട് തേജോവധം ചെയ്യുമ്പോൾ ഇഞ്ചിഞ്ചായി അയാൾ മരിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ മനസ്സ് മൗനമായി തേങ്ങിക്കൊണ്ടേയിരിക്കുകയാണ്. പ്രതികരിക്കാൻ പറ്റാത്ത വിധം ഒരു കൂമ്പടഞ്ഞ വാഴ പോലെയാകുന്നു അയാളുടെ ജീവിതം. ആരാണ് ഉത്തരവാദി? നമ്മിൽ നിന്ന് തെറ്റായി കൈവിട്ടുപോയ ഒരു വാക്ക് തന്നെ. നമ്മൾ ഒരാളോട് പറഞ്ഞെങ്കിൽ അവർ അത് 10 പേരോട് അവരുടേതായ പൊടിപ്പും തൊങ്ങലും ചേർത്ത് പറഞ്ഞിട്ടുണ്ടാവും. അവിടെ നിന്ന് വീണ്ടും എവിടേക്കൊക്കെയും തെറ്റായ ഒരു മെസ്സേജ് പകർന്നു പോയിട്ടുണ്ടാവും. സത്യാവസ്ഥ മനസ്സിലാക്കുന്നതിന് മുമ്പ് തെറ്റായി പെട്ടെന്ന് ഫോർവേഡ് ചെയ്യപ്പെടാൻ ഒരുപാട് സംവിധാനങ്ങൾ നിലവിലുണ്ടല്ലോ. പിന്നീട് സത്യം മനസ്സിലായാൽ ഇതേ തത്രപ്പാടോടെ പറഞ്ഞത് തെറ്റിപ്പോയി എന്ന് ഫോർവേഡ് ചെയ്യാൻ ആരും മെനക്കെടാറില്ല. പരദൂഷണം ഒരു വ്യവസായമായി കൊണ്ടു നടക്കുന്നവരുടെ കൂട്ടത്തിൽ സമയം ചിലവഴിക്കാതിരിക്കുക. അവർ പറയുമ്പോൾ നിങ്ങൾ മൗനം ഭജിച്ചാലും പരോക്ഷമായി ആ തെറ്റിന്റെ ഫലം നിങ്ങളെയും എന്നെയും വേട്ടയാടിയേക്കാം. കാരണം ലോകത്തിന്റെ പരിപാലകനായ ഈശ്വരനെ മൗനമായി നീറുന്നവന്റെ നെടുവീർപ്പുകൾക്ക് ഉത്തരം കൊടുത്തേ മതിയാവൂ. വാക്കിൽ തെറ്റിയിട്ട് സത്യമാത്രമായ വരുണദേവന്റെ ദൂതന്മാരാൽ ആവർത്തിച്ച് പ്രഹരിക്കപ്പെടാതിരിക്കാൻ നാവുകൊണ്ട് പാപം ചെയ്യാതിരിക്കാം. മൗനം കൊണ്ടും അതിൽ കൂട്ടുകൂടാതിരിക്കാം. 11-ാം സൂക്തത്തിൽ സ്ത്രീയുടെ സുഖപ്രസവത്തിനു വേണ്ടിയുള്ള പ്രാർത്ഥനയാണ്. പ്രസവിക്കുന്ന സമയത്ത് അവളുടെ അവയവങ്ങൾ ബുദ്ധിമുട്ട് അനുഭവിക്കാതിരിക്കട്ടെ. ഭൂമിയുടെയും സ്വർഗത്തിന്റെയും ദേവതയായ ഇന്ദ്രൻ തുടങ്ങിയവർ വളരെ മുമ്പേ തന്നെ ഗർഭത്തെ സൃഷ്ടിക്കുന്നു. ഈശ്വര കടാക്ഷത്തോടെ മാത്രമാണ് ഓരോ കുഞ്ഞും ഗർഭം ധരിക്കപ്പെടുന്നത്. ഓരോ ജന്മത്തിലും ചെയ്ത പ്രവൃത്തികളുടെ ഫലം നാം മരണത്തിനു ശേഷവും അവശേഷിപ്പിക്കുന്ന പ്രാരാബ്ധ കർമ്മങ്ങൾക്ക് അനുയോജ്യമായ ഒരു കുടുംബത്തിലേക്ക് പുനർജനിക്കുന്നു. ആരുടെ കടാക്ഷത്താലാണോ ഈ പരിശുദ്ധ ഗർഭം സൃഷ്ടിക്കപ്പെട്ടത്, ആ ദൈവീക ശക്തി തന്നെ ഇത് പുറത്തു കൊണ്ടുവരുവാൻ സഹായിക്കണേ. സൂര്യദേവ, ഗർഭത്തെ മറുപിള്ളയിൽ നിന്ന് പുറത്തു കൊണ്ടുവരുവാൻ സഹായിക്കണമേ. 10 മാസക്കാലം കുഞ്ഞിനു വേണ്ട സംരക്ഷണമെല്ലാം നൽകി ഒരു സഞ്ചിയിലെ ദ്രാവകത്തിൽ സ്വസ്ഥമായി സഞ്ചരിച്ചിരുന്ന കുഞ്ഞ് ഇനിയും അവിടെ തുടരാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് വളർന്നിരിക്കുന്നു. മറുപിള്ള ജരായു വിട്ട് കുഞ്ഞ് പുറത്തേക്ക് വരാൻ തക്കവണ്ണം ഗർഭപാത്രം തുറക്കുകയാണ്. സാധാരണ പ്രസവത്തിൽ കുഞ്ഞ് ആ പൊക്കിൾ കൊടി ബന്ധം വിട്ട് പുറത്തേക്ക് വന്നതിന് ശേഷം മറുപിള്ള മാത്രം സാവകാശം പുറത്തേക്ക് വരുന്നു. അത് ശ്വാനിന് ഭക്ഷിക്കാൻ പുറത്തേക്ക് പതിക്കുന്നു എന്നാണ് പറയുന്നത്.
അതോടെ അമ്മയും കുഞ്ഞും രണ്ടായി മാറുന്നു. 10 മാസം ഗർഭത്തിൽ കിടന്ന ശിശു അതുവരെ അനുഭവിച്ച സുരക്ഷിതത്വത്തിൽ നിന്ന് വിട്ട്, മറുപിള്ളയിൽ നിന്ന് വിട്ട് ഒരു സ്വതന്ത്ര വ്യക്തിയായി ഭൂമിയിലേക്ക് പിറന്നു വീഴുന്നു. ഒരുപാട് പെൺകുട്ടികൾ പ്രസവത്തെ വളരെ ഭയപ്പാടോടെയാണ് വീക്ഷിക്കുന്നത്. ആയുർവേദ വിധി പ്രകാരം ശരിയായ തൈലം തേച്ച് കുളിച്ച് അത്യാവശ്യം ജോലികളെല്ലാം ചെയ്ത് സൂര്യപ്രകാശം വേണ്ട വിധത്തിൽ ഉപയോഗിച്ച് ശരീരത്തെ സംരക്ഷിക്കേണ്ടത് ഗർഭകാലത്താണ്. ഗർഭം പുറത്തു കൊണ്ടുവരുന്ന നാഡീഞരമ്പുകൾക്കെല്ലാം അയവുണ്ടാകുകയും ചെയ്താൽ അത് വളരെ സുഖമുള്ള ഒരു അനുഭൂതിയാണ്. വേദനയില്ലെന്നല്ല, എന്നാൽ സൃഷ്ടികർമ്മത്തിൽ ഏറ്റവും സന്തോഷത്തോടെ സ്നേഹത്തോടെ ഒരു പ്രധാന പങ്കുവഹിക്കാൻ തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള ഒരു ശ്രേഷ്ഠ ജന്മമാണ് അമ്മയുടേത്. കുഞ്ഞിന്റെ മുഖം കാണുമ്പോൾ മുമ്പ് അനുഭവിച്ച എല്ലാ വേദനയും മറക്കുന്നു എന്നതാണ് യാഥാർത്ഥ്യം. 12-ാം സൂക്തത്തിൽ സൂര്യൻ എങ്ങനെ ത്രിദോഷങ്ങളിൽ നിന്ന് നമ്മെ പരിപാലിക്കുന്നു എന്നാണ് വിവരിക്കുന്നത്. സൂര്യൻ ഒറ്റയ്ക്കാണെങ്കിലും 3 വിധത്തിലുള്ള ഊർജമാണ് പ്രദാനം ചെയ്യുന്നത്. ചൂടും വെളിച്ചവും ചേർന്ന് നൽകുന്ന ഒരു ഉൾക്കരുത്താണ് സൂര്യൻ. വാതം, പിത്തം, കഫം എന്നീ 3 ദോഷങ്ങൾ ഒരുപോലെ സമന്വയിപ്പിച്ചു കൊണ്ടുപോകുന്ന ചികിത്സാ രീതിയാണ് ആയുർവേദത്തിന്റെ അടിസ്ഥാനം. ഈ 3 ദോഷങ്ങളിൽ ഏതെങ്കിലും ഒന്ന് അധികരിച്ചാൽ അത് രോഗാവസ്ഥയാണ്. ഉദാഹരണത്തിന് കഫം അധികരിച്ചാൽ ജലദോഷം, ചുമ, കഫക്കെട്ട് തുടങ്ങിയവയിൽ രോഗി ബുദ്ധിമുട്ടുമ്പോൾ സൂര്യപ്രകാശം, ആവികൊള്ളൽ, വിയർപ്പിക്കൽ എന്നിവ ഉപയോഗിച്ച് വർദ്ധിച്ച കഫത്തെ പുറന്തള്ളുന്നു. വാതദോഷത്തെയും പിത്തദോഷത്തെയും അതിന്റെ സമാവസ്ഥയിലേക്ക് കൊണ്ടുവരാനുള്ള ത്രിബല ചൂർണം ഉപയോഗിക്കുകയും ചെയ്യുന്നു. കടുക്ക, നെല്ലിക്ക, താന്നിക്ക എന്നീ 3 ബലങ്ങൾ ഉണക്കി പൊടിച്ചാണ് ത്രിബല ചൂർണം ഉണ്ടാകുന്നത്. ശ്ലേഷ്മരോഗം, വാതരോഗം, കടുത്ത പനി എന്നിവയാൽ ബാധിച്ച് സന്ധിബന്ധനങ്ങൾ മൂലം കഷ്ടപ്പെടുന്ന പുരുഷനെ ആയുരാരോഗ്യം നൽകി രക്ഷിക്കണേ എന്നാണ് പ്രാർത്ഥന. ആയുർവേദം ഒരു രോഗ ചികിത്സ എന്നതിലുപരി ചിട്ടയായ ജീവിത രീതി കൊണ്ട്, ഭക്ഷണക്രമം കൊണ്ട്, സൂര്യപ്രകാശം കൊണ്ട് ആരോഗ്യത്തോടെ ജീവിക്കാനുള്ള ദർശനങ്ങളാണ്. ഇന്ന് നമുക്ക് ഇല്ലാതെ പോയിരിക്കുന്നത് ആയുർവേദത്തെ കുറിച്ചുള്ള അറിവാണ്. നിഷ്ഠയോടെയുള്ള ജീവിതചര്യകളും നഷ്ടപ്പെട്ടിരിക്കുന്നു. ശരിയായ ശ്വസന വ്യായാമങ്ങൾ പരിശീലിച്ച് ഉള്ളിലോട്ട് സ്വീകരിക്കുന്ന ശുദ്ധവായു ശരീരത്തിന്റെ എല്ലാ ഭാഗത്തേക്കും എത്തിക്കുകയും ശ്വസനേന്ദ്രിയ വ്യവസ്ഥയെയും രക്തശുദ്ധീകരണ വ്യവസ്ഥയെയും കുറ്റമറ്റ രീതിയിൽ കൊണ്ടു നടക്കുകയും ചെയ്യാനായാൽ ആശുപത്രി ജീവിതത്തിൽ നിന്ന് അകന്നു നിൽക്കാനാവും. പണക്ലേശവും മനക്ലേശവും ശാരീരിക ക്ലേശങ്ങളും ഒഴിവായാൽ തന്നെ മനസ്സുഖം ലഭിക്കും. ജനിച്ചാൽ ഒരിക്കൽ മരിക്കണം, അതാർക്കും തടയാൻ സാധിക്കുകയില്ല. എന്നാൽ അതിനിടയിലുള്ള ദിവസങ്ങളും മാസങ്ങളും വർഷങ്ങളും ആരോഗ്യത്തോടെ ഇരിക്കാൻ ഇന്നുള്ള എൻ്റെ ജീവിത രീതിയിൽ എന്ത് മാറ്റങ്ങൾ കൊണ്ടുവരണം എന്നൊരു വിചിന്തനത്തിന് നമുക്ക് തയ്യാറാവാം. ഈ വാക്കുകൾ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടു എന്ന് തോന്നുന്നെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു.